കേരള റീൽസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നീരേറ്റുപുറം ജലോത്സവം. ഇത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. ഇത് നീരേറ്റുപുറം പാലമാണ്. ഇവിടുന്ന് സ്റ്റാർട്ടിങ് കിഴക്കോട്ടാണ് പോകുന്നത്. സ്റ്റാർട്ടിംഗ് ലൈനപ്പ് അതാണ്. ഇരുട്ടുകുത്തി വെള്ളം ഡാനിയെ തലപിടിച്ചുണ്ടൻ റെഡിയായി കിടക്കുന്നു. കപ്പലണ്ടിക്കട പുലിക്ക് സർബത്ത്. ഇവിടെയാണ് ഫിനിഷിംഗ് ലൈൻ. അതാണ് VIP ഗാലറി. ട്രോഫികളുമായി ഒരു ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇഷ്ടംപോലെ ട്രോഫികൾ. പിള്ളേരുമുണ്ട്, വള്ളംകളി ഫാൻസ്. എല്ലാ കളിവള്ളങ്ങളും സ്പോൺസർ ബോർഡ് നമ്പർ പ്ലേറ്റ് മേടിച്ച സ്റ്റാർട്ടിംഗ് ബോർഡിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇരുട്ടുകുത്തി പ്രാക്ടീസ് നടത്തുകയാണ്. പറയുന്നു, നമ്മുടെ ജലഘോഷയാത്ര ആരംഭിക്കുവാനുള്ള ക്രമീകരണം ചെയ്യുകയാണ്. പുലിക്കലിന്റെ ലീഡിംഗ് ക്യാപ്റ്റന്റെയും ശ്രദ്ധയ്ക്ക് എത്രയും വേഗം വള്ളം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിക്കുക. നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കാനുള്ള ക്രമീകരണം ചെയ്യുകയാണ്. അതുകൊണ്ട് തലവടിച്ചുണ്ടൻ പരിശീലനം നടത്തുന്നു. തലവടിച്ചുണ്ടൻ. പമ്പ ജലോത്സവത്തിന്റെ പതാക ഉയർത്തൽ. ജലഘോഷയാത്ര കടന്നു വരുന്നു. എല്ലാ വള്ളങ്ങളും ഉണ്ട്. തിരുവനന്തപുരം മുതൽ ഈ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഓടിയെത്തി വള്ളംകളിയെ സേവിച്ചുകൊണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മുന്നേ പോകുന്നത് തലവടിച്ചുണ്ടൻ കൂടിയാണ്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജലഘോഷയാത്ര കടന്നു വരുന്നു. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സതീഷിന്റെ കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കാലം വരെയും ഈ വള്ളംകളിയെ സ്നേഹിച്ച് സതീഷിനെ ഇരുട്ടുകുത്തി കടന്നു വരുന്നു. ജലഘോഷയാത്രയാണ്. ഇവിടെ പത്രപ്രവർത്തകരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്തു. ഇവിടെ അനേകം നമ്മുടെ പ്രിയപ്പെട്ട വള്ളംകളിക്കൊരു മുതൽക്കൂട്ടാണ്. ഈ വള്ളംകളിയുടെ ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നു ജയസഭത്തായി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങളെ ഓരോരുത്തരുടെയും നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്തു. സൂസമ്മ പൗലോസിനെ സ്വാഗതം ചെയ്തു. ശ്രീ ബാബു വലിയ ബിജുബാലത്തിൽ വറീസ് ഓരോരുത്തർ ഇവിടെ കടന്നു വന്നിരിക്കുന്ന മറ്റ് എല്ലാ ആളുകളെയും ഈ ഞങ്ങളുടെ പ്രിയപ്പെട്ട അജിത് കുമാർ പിഷാരത്തെ ഇവിടെ
UBC കൈനഗിരിയുടെ ചെറുതന ചുണ്ടൻ. വള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ തലവടി ചുണ്ടൻ കടന്നു വരുന്നു. വള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ തലവടി ചുണ്ടൻ. വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയുടെ കഴിഞ്ഞ വർഷത്തെ കടന്നു വരുന്നു. തലവടി ചുണ്ടന്റെ ക്യാപ്റ്റൻ റിക്സൺ നമുക്ക് പ്രതിനിധികൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ക്യാപ്റ്റന്മാരെ പരിചയപ്പെടുത്താൻ, രണ്ട് സെന്റ് പയസ് മാസ്റ്ററിലാണ് രാജീവ് ചെറുതല ചുണ്ടൻ UBC കൈനഗിരി പത്മകുമാർ പുത്തമ്പറമ്പിൽ അർജുനൻ ഹരി തലപ്പാട് തലവടി. ഇനിയും എല്ലാവരും ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് സമയം കളയുന്നില്ല. എല്ലാ മാസ്റ്ററിൽ മനോഹരമായ മാസ്റ്ററിൽ മാസ്റ്ററിൽ കഴിഞ്ഞ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വള്ളങ്ങൾ പോകുന്നു. ജനകീയ ജലമേള ജനങ്ങളുടേതാണ്. ജനങ്ങൾ തന്നെയാണ് ഇത് നിയന്ത്രിക്കുന്നതും ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതും. മറിച്ച് ആരുടെയും സഹായത്താലല്ല. നമ്മുടെ പ്രിയപ്പെട്ട ഇതിന്റെ സംഘാടകർ ഈ വള്ളത്തിന്റെ ഒന്നാം ഹീറ്റ്സ് മത്സരം ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ആരംഭിക്കുകയാണ്. അതിനോടൊപ്പമുള്ള ഇതിന്റെ പരിപാടികൾ ഇപ്പോൾ തന്നെ നടക്കുന്നതും ആയിരിക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ഈ വള്ളംകളിയുടെ ചെയർമാൻ റെജി എബ്രഹാം തൈക്കടവിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി ക്ഷണിക്കുന്നു. ബ്ലസ്സി ജലമേള ഉദ്ഘാടനം ചെയ്യുന്നു സംവിധായകൻ. ഒന്നാം ഹീറ്റ്സിൽ കടന്നു വരുന്നു. ഒന്നാം ട്രാക്കിൽ തലവടി, രണ്ടാം ട്രാക്കിൽ സെന്റ് പയസ്, മൂന്നാം ട്രാക്കിൽ ചെറുതന. പൊരിഞ്ഞ പോരാട്ടം. ഒരല്പത്തിനു മുമ്പിൽ സെന്റ് പയസ്, അല്പത്തിനു മുമ്പിൽ സെന്റ് പയസ്. രണ്ട് തൊടപ്പാടിന് സെന്റ് പയസ് ജയിച്ചിരിക്കുന്നു. രണ്ട് തൊടപ്പാടിന് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയുടെ സെന്റ് പയസ് ചുണ്ടൻ ജയിച്ചിരിക്കുന്നു. രണ്ട് തൊടപ്പാടിന്. രണ്ടാം സ്ഥാനം തലവടി, മൂന്നാം സ്ഥാനം ചെറുതന. ഒന്നാം ട്രാക്കിൽ രണ്ട് തൊടപ്പാടിന് ജയിച്ച സെന്റ് പയസ് കടന്നു വരുന്നു. ആദ്യ ഹീറ്റ്സിൽ മൂന്നാം സ്ഥാനം നേടിയ UBC കൈനഗരിയുടെ ചെറുതന ഇതാ കടന്നു പോകുന്നു. വെപ്പുവെള്ളങ്ങളുടെ മത്സരം കടന്നു വരുന്നു. കൊണ്ടാക്കൽ ബോട്ട് ക്ലബും കരിപ്പുഴയും. ഒരിഞ്ഞ പോരാട്ടം. വെപ്പുവെള്ളങ്ങളുടെ മത്സരം. ഒരിഞ്ഞ പോരാട്ടം. കൊണ്ടാക്കൽ ബോട്ട് ക്ലബ് ജയിച്ചിരിക്കുന്നു. കരിപ്പുഴ വള്ളം ജയിച്ചിരിക്കുന്നു. ഉന്നതന വല വെപ്പുവെള്ളം കൊണ്ടാക്കൽ ബോട്ട് ക്ലബിന്റെ കരിപ്പുഴ ജയിച്ചു. വെപ്പ് ഹീറ്റ്സിൽ ജയിച്ച കൊണ്ടാക്കൽ ബോട്ട് ക്ലബിന്റെ വള്ളം. രണ്ടാം സ്ഥാനം നേടിയ പുന്നത്തറ പുഴയ്ക്കൽ. ഇരുട്ടുകുത്തി B ഗ്രേഡ് കുറുപ്പുപറമ്പൻ മുമ്പിൽ. രണ്ടാം സ്ഥാനം ദാനിയൽ. കുറുപ്പുപറമ്പൻ 5 വള്ളപ്പാടിന് മുമ്പിൽ ഫിനിഷ് ചെയ്യുന്നു. കുറുപ്പുപറമ്പൻ. രണ്ടാം സ്ഥാനം ദാനിയൽ. ദാനിയൽ ഫിനിഷ് ചെയ്തു. മൂന്നാം സ്ഥാനം ശ്രീഭദ്ര. ഇരുട്ടുകുത്തി B ഗ്രേഡ് മൂന്നാം സ്ഥാനം ശ്രീഭദ്ര. PG കർണൻ ഇരുട്ടുകുത്തി A ഗ്രേഡ് വൻ ലീഡിൽ കടന്നു വരുന്നു.
ഇരുവശത്തേക്കും കറക്കിയെറിഞ്ഞ് ഇരുട്ടുകുത്തി എ ഗ്രേഡ് പി ജി കർണൻ കുത്തിക്കൊണ്ട് PG കർണൻ കടന്നു പോവുകയാണ്. കഥകൾ ആരംഭിക്കാൻ പോവുകയാണ്. നീരേറ്റുമണം കാത്തിരിക്കേണ്ടിരുന്ന വള്ളം ഇരുട്ടുകുത്തി വിജയിയായ കുറുപ്പപ്പറമ്പൻ തിരിച്ചു വരുന്നു. ഇന്നിതാ ഈ സ്റ്റേഡിയത്തെ കുമരങ്കരിയുടെ വേലങ്ങാടൻ ഹൈ സ്പീഡിൽ കടന്നു വരുന്നു. ഈ നീരേറ്റുമണം വള്ളംകളിയിൽ തന്റെ സാന്നിധ്യം കൊണ്ട് പ്രൗഢി കാണിക്കുകയാണ് വേലങ്ങാടൻ. ഞാൻ സൂചിപ്പിച്ചതുപോലെ കോട്ടയം താഴത്തങ്ങാടിയിൽ എത്രയോ തവണ ചുരുളൻ എ ഗ്രേഡിന്റെ കപ്പ് നെഞ്ചോട് ചേർത്ത വേലങ്ങാടൻ. പ്രഖ്യാപിച്ചുകൊണ്ട് 1 ലക്ഷം ജനങ്ങൾ മറുവശത്ത് നിൽക്കുമ്പോൾ അതിനേക്കാൾ ഇരട്ടി അംഗബലത്തോടുകൂടി ഇതിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇതിന്റെ ഉദ്ഘാടകൻ മലയാളികളുടെ അഭിമാനമായ ജനങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സായി ഒരു വള്ളംകളിയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ എന്തിനാണ് ഒരു വിഭാഗം മാത്രം ഇതിനെ എതിർക്കുന്നത് കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രകാശ് പരവേലി കഴിഞ്ഞ കാരണം അത്രമാത്രം വേദനയോടെയാണ് പ്രസിഡന്റുമാരെ, ജനപ്രതിനിധികളെ, സുഹൃത്തുക്കളെ, നീരേറ്റുമണം പമ്പ ജനമേള അതിന്റെ പദ്ധതി നാളാകെ സന്തോഷിക്കുമ്പോൾ കേരള സംസ്ഥാനത്തെ ഇന്ത്യയുടെ ടൂറിസം ഭൂപടത്തിൽ 1-ാം സ്ഥാനത്തെത്തിക്കുന്നുവെങ്കിൽ നെഹ്റു ട്രോഫി അടക്കം നിരവധി ട്രോഫികൾ വാരിക്കൂട്ടിയിട്ടുള്ള വേലങ്ങാട് കുമരങ്കരിയുടെ ഫിനിഷിംഗിലൂടെ കടന്നു പോകുകയാണ്. അങ്ങനെ ഇരുട്ടുകുത്തി എ ഗ്രേഡിന്റെ ഫൈനൽ വരയിൽ ചലിക്കുകയാണ്. വള്ളമിത കുതിക്കുകയാണ്. MPC ക്ലബ്ബ് നേർപ്പാല വിഷ്ണുജയ കർണാടക ഇതാ കടന്നു പോവുകയാണ്. PG കർണൻ കടന്നു പോവുകയാണ്. ഇതാ പ്രധാന പവലിയനിലെ വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെ ഇങ്ങനെ ഉറ്റുനോക്കുകയാണ്. അടുത്ത തന്റെ സിനിമ ഇത് ഈ വള്ളംകളി കൊടിയുടെ പോരാട്ടത്തിന് ഓടി വള്ളങ്ങള് ഇരുട്ടുകുത്തി വള്ളങ്ങൾ എന്ന് പറയുന്ന ഈ വള്ളങ്ങളുടെ മറ്റൊരു പേരാണ് ഓടി വള്ളങ്ങൾ. ഇതാ രണ്ടില് കുറുപ്പുപറമ്പൻ 2012 നെഹ്റു ട്രോഫിയില് ജേതാക്കളായവര് ഇതാ കുറുപ്പുപറമ്പൻ. ദാനിയേലോ ചോദ്യങ്ങളാണ്. ഇതാ ശ്രീഭദ്ര ഇല്ല ദാനിയേൽ ശ്രീഭദ്ര തന്നെ ഒന്നിലെ ശ്രീഭദ്ര ഈ പന്തീസയായ നീരേറ്റുമറത്തിന്റെ നെട്ടയത്തിലൂടെ കടന്നു വരികയാണ്. PG കരിപ്പുഴയാണോ പുന്നപ്രപ്പുരക്കലാണോ നെഹ്റു ട്രോഫിയുടെ ചരിത്രം പോലെ ഇതാ പമ്പാവാത്ത സ്റ്റേഡിയത്തിലും കൊണ്ടാക്കൽ ബോട്ട് ക്ലബിന്റെ കരിപ്പുഴ വിജയിച്ചിരിക്കുന്നു. ഗ്രാൻഡ് ഫിനാലെ കടന്നു വരുന്നു. 1-ാം ട്രാക്കിൽ തലവടി, 2-ാം ട്രാക്കിൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയിൽ ഒഴിയുന്ന സെന്റ് പയസ്, 3-ാം ട്രാക്കിൽ UBC കൈനഗിരിയിൽ ഒഴിയുന്ന ചെറുതന. 3 പേരും ഒപ്പത്തിനൊപ്പം ഒരു ഫൈറ്റ് കടന്നു വരുന്നു. തീപാറുന്ന ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഉടൻ സ്റ്റാർട്ടിംഗ്. ചെറുതനെയാണോ ഫിനിഷിംഗിലൂടെ കടന്നു പോകുന്നത്? ഇതായിരുന്നു യുദ്ധം. ഇതായിരുന്നു ശാന്തസുന്ദരമായ യുദ്ധം. ഈ യുദ്ധമാണ് ഇവിടെ പമ്പവാക്ക സ്റ്റേഡിയം 2025 ജനകീയ ജലോത്സവത്തിന് നോക്കിയത്. ജലോത്സവ യോഗത്തിന് ശാന്ത സുന്ദരമായ അതേ ആയുധങ്ങള് എടുക്കാത്ത നയമ്പ് യുദ്ധം. ഒറ്റത്തൊഴപ്പാടിന് വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ സെന്റ് പയസ് ജയിച്ചിരിക്കുന്നു.
ഒറ്റത്തൊഴപ്പാടിന് വില്ലേജ് ബോട്ട് ക്ലബും നിരണവും കമ്പൈൻഡ് ആയിട്ട് തുടങ്ങിയ സെന്റ് പയസ് ജയിച്ചിരിക്കുന്നു. ഒറ്റത്തൊഴപ്പാടിന് ഉടൻ സമ്മാനദാനം. പയസ് 10 വിജയിച്ചിരിക്കുന്നു. പയസ് 10 വിജയിച്ച പയസ് 10 വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയുടെ പയസ് 10 നിരണം ബോട്ട് ക്ലബും വില്ലേജ് ബോട്ട് ക്ലബും കമ്പൈൻഡ് ആയിട്ട് കഴിഞ്ഞ പയസ് 10 കടന്നു വരുന്നു. വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയും നിരണവും തടഞ്ഞ പയസ് 10 ഇതാ കടന്നു വരുന്നു. സ്പോർട്സ് ഫാൻ സ്പിരിറ്റോടെ രണ്ടുപേര് മുൻ തിരുവല്ല ആഡിയോ തലവടിക്കാരനായ ശ്രീ പി ഡി ജോർജ് നെഹ്റു ട്രോഫി ബോട്ട് റേസിന് സംഘാടകൻ ഒന്നാം സ്ഥാനം മേൽപ്പാടം ചുണ്ടൻ. സോറി തെറ്റുപറ്റി. ഒന്നാം സ്ഥാനം പയസ് 10, രണ്ടാം സ്ഥാനം UBC തുടങ്ങിയ ചെറുതന. മൂന്നാം സ്ഥാനം പള്ളാത്തുരുത്തി തുടങ്ങിയ തലവടിച്ചുണ്ടൻ. ഇവിടെ നിർവഹിക്കുന്നത് വില്ലേജ് ബോട്ട് ക്ലബും നിരണവും കമ്പൈൻഡ് ആയിട്ട് തുടങ്ങിയ പയസ് 10 ചുണ്ടൻ. നമ്മുടെ പ്രിയങ്കരായ എൻസിട്രസിന്റെ ചെയർമാൻ ശ്രീ റിജി ചെറിയാനും നീരേറ്റുപുറം ബോട്ട് റേസിന്റെ കപ്പടിച്ചിരിക്കുന്നു. BBC കൈനഗരിയും നിരണം ബോട്ട് ക്ലബും തുടങ്ങിയ സെന്റ് പയസ് ചുണ്ടൻ നീരേറ്റുപുറം ബോട്ട് റേസിന്റെ കിരീടം നേടിയിരിക്കുന്നു. നിരണം ബോട്ട് ക്ലബും വില്ലേജ് ബോട്ട് ക്ലബും കൈനഗരിയും കമ്പൈൻഡ് ആയിട്ട് തുടങ്ങിയ പയസ് 10 കിരീടം ചൂടിയിരിക്കുന്നു. പയസ് 10 ചുണ്ടൻ കിരീടങ്ങൾ ഏറ്റുവാങ്ങുന്നു. പയസ് 10 ക്യാപ്റ്റൻ NBC നിരണത്തിന്റെ ക്യാപ്റ്റൻ NBC നിരണത്തിന്റെ ക്യാപ്റ്റൻ ബാക്കിയുള്ള സമ്മാനദാനങ്ങളും എല്ലാ പരിപാടികളെയും ആൾക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട ട്രോഫി ഏറ്റുവാങ്ങേണ്ടതാണ്. ഇവിടെ ഒരു കോലാഹലം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കത്തില്ല. നല്ല രീതിയിൽ ഒരു മത്സരം നടത്തിയിട്ട് അവസാനം ഒരു ദൗർഭാഗ്യത്തിലേക്ക് പോകാനില്ല എന്ന് എല്ലാവരും ബോണസും ട്രോഫിയും നീലേറ്റുപുറം ജംഗ്ഷനിൽ വന്ന് ഏറ്റുവാങ്ങേണ്ടതാണ്. ഓഫീസിൽ നീലേറ്റുപുറം പമ്പ ജനകീയ മേഖലയുടെ ഓഫീസിൽ വന്ന് ഏറ്റുവേണ്ടതാണ്. ഈ പമ്പ ജനമേളയുടെ നടത്തിപ്പിൽ ഇതിന്റെ ട്രോഫികൾ സമ്മാനം ചെയ്തവരും ഇതിൽ വന്ന് സംബന്ധിച്ചവരും കാണികളുമായി എല്ലാവർക്കും ഈ ജനകീയ മേളയുടെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ കടന്നു പോകുന്നു. ഇവിടെ വന്ന NBC നിരണവും വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയും തുടങ്ങിയ പയസ് 10 ചുണ്ടൻ കിരീടവുമായി പോകുന്നു. താങ്ക് യു ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ടൈം. ഗോഡ് ബ്ലെസ് യു. ദിസ് ഈസ് കേരള റെയിൽസ്.